ഇപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പോ ചികിത്സയ്ക്ക് തക്ക ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലച്ചുവിന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടി തുടങ്ങിയല്ലേ മുത്തശ്ശ? അതെ, പൂർണ്ണമായിട്ടല്ല, ഭാഗ്യമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ലച്ചുവിന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒന്നും വ്യക്തമായി ഓർക്കാൻ അവൾക്കാവുന്നില്ല. അപ്പോ ലച്ചുവിന് പഴയ ഓർമ്മകൾ പൂർണ്ണമായും വ്യക്തതയോടെ ഓർത്തെടുക്കാൻ പറ്റില്ലേ? പറ്റും. ഇപ്പോ ചികിത്സ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അത് തുടരണം. പഴയ ഓർമ്മകൾ പൂർണ്ണമായും തിരിച്ചു കിട്ടാൻ കാലതാമസമെടുക്കും. ലച്ചുവിന് പെട്ടെന്ന് ഓർമ്മ തിരിച്ചു കിട്ടണമെങ്കിൽ അവളുടെ പഴയകാല ഓർമ്മകളുമായി ബന്ധപ്പെട്ട അവളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ അവിചാരിതമായി ലച്ചു കാണണം. അങ്ങനെ സംഭവിച്ചാൽ അത് ലച്ചുവിന്റെ മനസ്സിൽ മറഞ്ഞെടുക്കുന്ന ഓർമ്മകളെ പെട്ടെന്ന് ഉണർത്തിയെടുത്തുന്നിരിക്കും. എന്നാ അങ്ങനെ പെട്ടെന്ന് ലച്ചുവിന് ഓർമ്മ തിരിച്ചു കിട്ടുന്നതല്ലേ നല്ലത്? അത് ശരിയാ. പക്ഷേ ലച്ചുവിന്റെ മുൻപേയുള്ള ജീവിതത്തില് അങ്ങനെ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി അതാരാ? ആളെ എങ്ങനെ കണ്ടെത്താനാ? അതിന് എനിക്ക് സാധിക്കും. എങ്ങനെയും ലച്ചുവിന് പെട്ടെന്ന് ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അതിന് ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. സ്വാതി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സഞ്ജു ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. സ്വാതി എവിടേക്ക് പോവാ? എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. തിരുമേനി പറഞ്ഞ ആ ആളുമായിട്ടേ ഞാൻ തിരിച്ചു വരും. സ്വാതി എവിടേക്കാ? എന്താന്ന് പറയേ, ഞാനും കൂടി വരാന്ന്. വേണ്ട, ഇതിന് ഞാൻ ഒറ്റയ്ക്കാ നല്ലത്. നമുക്ക് ലച്ചുവിനെ രക്ഷിക്കണം. ഞാൻ പോയിട്ട് വരാം. സ്വാതി ഇത് എവിടേക്കാ? ഞാൻ ഒപ്പം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പോ ലച്ചുവിന്റെ പഴയകാല ജീവിതത്തിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരെയാ സ്വാതി കൊണ്ടുവരാൻ പോയത്? വരട്ടെ.